ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ്. നമ്മൾ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ചെയ്തിട്ട് കുറച്ച് നാളായി. ആസ് യൂഷ്വൽ ഞാൻ ഇന്ന് വന്നേക്കുന്നതും ഒരു ജോബ് റിലേറ്റഡ് വീഡിയോ ആണ്, NHS റിലേറ്റഡ് വീഡിയോ ആണ്. സോ 1 year എക്സ്പീരിയൻസ് ഇൻ NHS. ഞാൻ ഓൾമോസ്റ്റ് NHSൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു 17 months ആയി. അപ്പോൾ ആ സമയത്ത് ഇത്രയും നാൾ കൊണ്ട് എനിക്കുണ്ടായ എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ സാലറി ഇൻക്രിമെൻറ്റ്, ഡിസഡ്വാൻറ്റേജസ്, ഇങ്ങനെ കുറച്ച് ടോപ്പിക്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുക. എന്തെങ്കിലും ഡൗട്ട്സ് അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ അതിന് റിപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പം 1 year എക്സ്പീരിയൻസ് ഇൻ NHS. നോർമലി എന്നെ സംബന്ധിച്ചിടത്തോളം NHS ജോബ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഒരു ഗിഫ്റ്റ് പോലെയാണ്. കാരണം ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ട് തന്നെയാണ് NHSൽ ജോബിൽ ഇരിക്കുന്നത്. കാരണം നല്ല കൊളീഗ്സ്, അതുപോലെ തന്നെ നല്ല വർക്ക് അറ്റ്മോസ്ഫിയർ എല്ലാം. ഞാൻ കമ്മ്യൂണിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ NHS ലോത്തിയിലാണ് വർക്ക് ചെയ്യുന്നത്, സ്കോട്ട്ലൻഡിൽ. സോ എനിക്ക് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് 1 year ഇത്രയും നാളത്തെ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഇത്രയും നാളായിട്ട് ഒരു മോശം അനുഭവം എൻ്റെ കൊളീഗ്സിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നോ ഒരു മോശം അനുഭവം ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഞാൻ എൻ്റെ വേറെ ഫ്രണ്ട്സുമായിട്ടും നല്ല സോഷ്യൽ മീഡിയയിൽ നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ പലരുമായിട്ട് സംസാരിച്ച ഒരു ഇത് വെച്ചിട്ട് എനിക്ക് മനസ്സിലായത്, ഇറ്റ് ഡിപ്പെൻസ്. ഓരോ NHSന്റെ ഓരോ സ്ഥലത്തും, അതായത് ഓരോ വർക്ക് അറ്റ്മോസ്ഫിയറിലും ഡിഫറെൻ്റ് ആണ്. അതിപ്പം എല്ലാ ജോലിക്കും അങ്ങനെ തന്നെ ആയിരിക്കും, അതുപോലെ തന്നെ ഈ NHS ജോലികൾക്കും അങ്ങനെ തന്നെയാണ്. കാരണം എൻ്റെ ലണ്ടനിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫ്രണ്ട്, NHSൽ വർക്ക് ചെയ്യുന്ന ഒരു ഫ്രണ്ട് Band 6ൽ നിന്ന് Band 4ലോട്ട് താഴോട്ട് ജോബ് മാറി. കാരണം എന്താ വെച്ചാൽ ഭയങ്കര വർക്ക് പ്രഷറും സ്ട്രെസ്സും, അതുപോലെ തന്നെ കൊളീഗ്സ് Band 6ൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് പുള്ളിക്കാരനും ഈ പറഞ്ഞ പോലെ നോൺ ക്ലിനിക്കലായിട്ടുള്ള ഒരു ഓഫീസ്, നോൺ ക്ലിനിക്കലായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പുള്ളിക്ക് ഭയങ്കര സ്ട്രെസ്സും സ്ട്രെയിനും ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു സപ്പോർട്ടീവായിട്ടുള്ള ഒരു കൊളീഗ്സ് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റും. ഇത് അങ്ങനെ ഇല്ലാതെ പുള്ളി Band 6ൽ നിന്ന് Band 4ലോട്ട് മാറുകയായിരുന്നു. സോ അത് ഞാൻ ബേസിക്കലി എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഡിപ്പെൻസ് ആണ്. പക്ഷെ ഞാൻ വർക്ക് ചെയ്യുന്ന NHS ലോത്തിയനിൽ കമ്മ്യൂണിറ്റിയിൽ ഞാൻ വർക്ക് ചെയ്യുന്നത് എനിക്ക് വളരെ ഗുഡ് എക്സ്പീരിയൻസ് തന്നെയാണ്. ഇതുവരെ ഒരു മോശം അനുഭവം പല ഫ്രണ്ട്സും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചില ആളുകൾ റേസിസം കാണിക്കും, റേസിസ്റ്റിക് ആയിട്ട് ബിഹേവ് ചെയ്യും എന്നൊക്കെ ഉള്ളത്. എനിക്ക് അങ്ങനെ ഒന്നും നേരിടേണ്ടി വന്നിട്ടില്ല. എൻ്റെ കൊളീഗ്സ് എല്ലാം നല്ല സപ്പോർട്ടീവായിട്ടാണ് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ റൂൾസ് പ്രകാരം നമുക്ക് എന്തെങ്കിലും ഒരു റേസിസം മൂലമോ അല്ലെങ്കിൽ നമ്മുടെ കൊളീഗ്സ് മൂലമോ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ നമുക്കത് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ ലൈൻ മാനേജറിലോ അല്ലെങ്കിൽ നമ്മുടെ മാനേജർ ബോസിനെ നമുക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് ആക്ഷൻസ് ഉണ്ടാകും. അതിനകത്ത് ഉടനടി ആക്ഷൻ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം ഇവിടെ ഗവൺമെന്റ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു പർട്ടിക്കുലർ അവരുടെ ആളുകളെ സപ്പോർട്ട് ചെയ്യാം, അങ്ങനൊന്നുമല്ല. നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെന്തായാലും തന്നെ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഉണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ അറിവ്. പിന്നെ നമുക്ക് സംസാരിക്കാനുള്ളത് പ്രൊമോഷൻ എന്ന ഒരു കാര്യമാണ്. കാരണം പലരും എന്നോട് ഈ NHSലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്ന സമയത്ത് ചോദിക്കുന്നുണ്ട്, അയ്യോ അവിടെ സാലറി ഭയങ്കര കുറവല്ലേ എന്ന്. ബേസിക്കലി പറഞ്ഞാൽ നമ്മൾ അതായത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള Band 2, അതുപോലെ ഏറ്റവും നമ്മൾ സ്റ്റാർട്ടിങ് നേരത്തെ Band 1 ഉണ്ടായിരുന്നു തോന്നുന്നു, അപ്പൊ അത് മാറ്റി Band 2ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ Band 2 ആ പൊസിഷനിലൊക്കെ എനിക്കും ഫീൽ ചെയ്തത് കുറച്ച് സാലറി കുറവാണ് എന്നുള്ളത് തന്നെയാണ്. പക്ഷെ നമ്മൾ കമ്പാരിറ്റീവ്ലി വേറെ പാർട്ട് ടൈം ജോബ് ചെയ്യുന്നതിനെക്കാട്ടില് ഭയങ്കര ബെനിഫിറ്റ്സും, അതുപോലെ തന്നെ മെറ്റേണിറ്റി ലീവിന്റെ കുറെ ആനുകൂല്യങ്ങൾ, നമുക്കതുപോലെ ബ്ലൂ ലൈറ്റ് കാർഡ് ബെനിഫിറ്റ്സ്, ഹെൽത്ത് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് കുറെ ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട്. എങ്കിലും സാലറി ബേസ് നമ്മൾ നോക്കുമ്പോൾ അത്ര നല്ലതല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ വേറൊരു സൈഡിൽ നോക്കുവാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഒരു Band 2 കയറി കഴിഞ്ഞാൽ
അത് നമുക്ക് ആജീവനാന്ത കാലം അവിടെ നിൽക്കുക എന്നുള്ളതല്ലല്ലോ. നമുക്ക് എത്ര സാലറി വേണം, അല്ലെങ്കിൽ നമ്മുടെ സ്കിൽസും ക്വാളിറ്റീസും അല്ലെ ആട്രിബ്യൂട്ട്സും വെച്ചിട്ട് നമുക്ക് എത്ര മുകളിലോട്ട് പോകാവോ അത്രയും നമുക്ക് പോകാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. കാരണം നമുക്കൊരു ജോലി NHS ഒരു ജോലിയിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അവർ ഇന്റേണൽ ആയിട്ട് ജോബ്സ് റിക്രൂട്ട് ചെയ്യും. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും ഇന്റേണൽ സൈഡിലെ ജോബ് അവരുടെ സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്റേണൽ ജോബ്സിന് റിക്രൂട്ട്മെന്റ് അറിയാൻ പറ്റും. അപ്പം അതിൽ നിന്ന് നമുക്ക് ബാൻഡ് 2 കയറി ബാൻഡ് 6, ബാൻഡ് 7, ബാൻഡ് 8 വരെ വേണമെങ്കിൽ നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ സാലറി എന്ന് പറയുന്നത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത കാര്യമാണ് പറയുന്നത്. നമുക്ക് എന്ത് ക്വാളിറ്റി ഉണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു BTech കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പഠിച്ച ആൾക്ക് അത്രയും വരെ പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. ബാൻഡ് 2 നിന്ന് നമുക്ക് ഡയറക്റ്റ് ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആയിട്ട് കയറാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ബാൻഡ് 2 അല്ലെങ്കിൽ ബേസിക് ബാൻഡിൽ കയറിയിട്ട് നമ്മുടെ വേക്കൻസിയും എക്സ്പീരിയൻസും അനുസരിച്ച് നമുക്ക് മുകളിലോട്ട് കയറാനുള്ള സാഹചര്യമുണ്ട്. അപ്പൊ നമുക്ക് എത്ര സാലറി വേണോ അത്രയും സാലറിയുടെ എത്തുന്നിടം വരെ നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ധാരാളം ബെനിഫിറ്റ്സ് നമുക്ക് NHSന്റെ വകയായിട്ട് ധാരാളം ബെനിഫിറ്റ്സ് നമുക്ക് ഉണ്ട്. ഇവിടെ തന്നെ നമുക്ക് മിസ്റ്റർ ബെസ്ട്ര എന്ന് പറഞ്ഞ കടയിൽ ഇത്ര % ഓഫ് ഉണ്ട്. അതുപോലെ തന്നെ പല ഓൺലൈനായിട്ട് ബ്ലൂ ലൈറ്റ് കാർഡ് ഉണ്ട്. അതിനകത്ത് നമുക്ക് ഷീനിലായാലും പ്രിമാർക്കിലായാലും ഒട്ടുമിക്ക കടകളിലെല്ലാം ഇത്ര % ഓഫ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ മെറ്റേണിറ്റി പേ, അതുപോലെ തന്നെ അതൊക്കെ നമുക്ക് വളരെ അട്രാക്റ്റീവായിട്ട് ഉള്ള ബെനിഫിറ്റ് തന്നെയാണ് NHSന്റെ ആയിട്ട് വകയായിട്ട് വരുമ്പോൾ. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പോഴും പല കുട്ടികളും മെസ്സേജ് അയക്കുന്നതെന്ന് പറയുന്നത് അവരുടെ വിചാരം NHSൽ ജോബ് കിട്ടിയ എന്ന് പറയുന്നത് ഉടനെ വിസ കിട്ടുക എന്നുള്ള ഒരു കാര്യമാണ്. കാരണം പലരും വിസയൊക്കെ തീരാറാവുന്ന സമയത്ത് NHSൽ അപ്ലൈ ചെയ്ത് അവർ ഇന്റർവ്യൂ പാസ്സായി കഴിയുമ്പോഴത്തേക്ക് അവർ എന്ത് ചെയ്യും, അവർ ഭയങ്കര ഹാപ്പിയാവും വിസ കിട്ടുമല്ലോ എന്നുള്ള രീതിയിൽ. പക്ഷെ അങ്ങനെയല്ല. പ്രത്യേകിച്ചും നോൺ ക്ലിനിക്കലായിട്ടുള്ള ഒരു ഫീൽഡിലേക്കാണ് നിങ്ങൾ സെലക്ട് ആയെന്നുള്ളെങ്കിൽ അത് ഡിപ്പെൻഡ്സ് ഓൺ ദ ട്രസ്റ്റിനനുസരിച്ച് ചിലപ്പോൾ ബാൻഡ് 6, ബാൻഡ് 7 ഒക്കെ ആയാലേ ചിലപ്പോൾ വിസ കിട്ടണമെന്നുള്ളൂ. അത് ഓരോ ട്രസ്റ്റിനനുസരിച്ച് അവർക്ക് വേണമെങ്കിൽ തരാതിരിക്കാം, തരികയും ചെയ്യാം. പക്ഷേ ക്ലിനിക്കൽ പോസ്റ്റിൽ വരുവാണെങ്കിൽ ബാൻഡ് 3 ഹെൽത്ത് കെയർ അസിസ്റ്റന്റിലേക്ക് ഫീൽഡിൽ വിസയുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു NHSൽ പോസ്റ്റ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പേ മസ്റ്റായിട്ടും അതിൻ്റെ സൈറ്റിൽ കയറി ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുക, SOPs വായിച്ചു നോക്കുക, മെയിൻലി ജോബ് ഡിസ്ക്രിപ്ഷൻ നോക്കുക, പേഴ്സണൽ ഡിസ്ക്രിപ്ഷൻ നോക്കുക. ഇതെല്ലാം വായിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം അത് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഒരുപാട് സ്റ്റിൽ ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ള 2 വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ സ്റ്റിൽ മെസ്സേജ് ചെയ്യുന്നുണ്ട് ഒത്തിരി പേര് NHSൽ കിട്ടി, വിസ കിട്ടുമോ എന്നുള്ളത് കാര്യം. അങ്ങനെയല്ല, അത് നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ തന്നെ പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ആബ്സെൻസ് പോളിസിയാണ്. നമുക്ക് ഒട്ടുമിക്ക പേർക്കും അറിയായിരിക്കും, ഈ കെയർ അസിസ്റ്റന്റ് അതുപോലെ കെയർ ഹോമിൽ വർക്ക് ചെയ്യുന്നവർക്കും അല്ലാത്ത പ്രൈവറ്റിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഈ ആബ്സെൻസ്, നമുക്ക് സിക്ക് ലീവ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പേ ഉണ്ടാവത്തില്ല. അതായത് ഫുൾ പേ ഉണ്ടാവത്തില്ല. ചിലപ്പം സാറ്റ്യൂട്ടറി പേ വല്ലതും ഉണ്ടാകും, പക്ഷെ ഫുൾ പേ ഉണ്ടാവത്തില്ല. പക്ഷെ NHSൽ അതുപോലെയല്ല. നമ്മൾ സിക്ക് പേ എന്ന് പറയുന്നത് ഫുൾ പേ ആണ്. അപ്പം ഇത് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. അതായത് ഞാൻ ആദ്യമായിട്ട് NHSൽ ജോയിൻ ചെയ്ത സമയത്ത് ഇപ്പം ഫുൾ പേ ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ഹാപ്പിയാണല്ലോ. അപ്പം സിക്ക് ലീവ് എടുക്കാൻ നമുക്ക് ധൈര്യമായല്ലോ. അപ്പം ഞാൻ ഇന്ത്യയിൽ നിന്ന് വന്ന സമയത്ത് ഈ ക്ലൈമറ്റുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ആ സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു വയ്യാഴിക വരുന്ന സമയത്ത് ലീവ് എടുക്കുമായിരുന്നു. അപ്പം ഇതെങ്ങനെയാന്ന് വെച്ചാൽ, അപ്പം ഞാൻ ഒരു ദിവസം ലീവ് എടുത്തിട്ട് പിറ്റേ ദിവസം പോകുമായിരുന്നു. പിന്നെ വയ്യാതാകുമ്പോൾ പിന്നെ അങ്ങനെ ലീവ് എടുക്കുമായിരുന്നു. അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യരുത്. എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. അതായത് നമ്മളിപ്പം ഒരു ലീവ് എടുത്തു കഴിഞ്ഞ് പിന്നെ നമ്മൾ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞിട്ട് വീണ്ടും ലീവ് എടുത്തു കഴിഞ്ഞാൽ ഇത് സെപ്പറേറ്റ് എപ്പിസോഡ്സ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ പറയും, ഇപ്പം ഞാൻ മൺഡേ ലീവ് എടുത്ത് ട്യൂസ്ഡേ പോയി, അപ്പം മൺഡേ ലീവ് എടുത്തത് ഒരു എപ്പിസോഡ്, പിന്നെ വെനസ്ഡേ വീണ്ടും ലീവ് എടുക്കുകയാണെങ്കിൽ അടുത്ത എപ്പിസോഡാണ്. അപ്പം അത് അങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര നമുക്ക് നമ്മുടെ ജോബ് റോളിന് ഭയങ്കര നെഗറ്റീവാണ്. അങ്ങനെ എപ്പോഴും നമ്മൾ ലീവ് എടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശമാണ്. അതേസമയം നമുക്ക് എന്തെങ്കിലും വയ്യാഴിക ഉണ്ടെങ്കിൽ മാക്സിമം ലീവ് എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. നമുക്ക് എന്തെങ്കിലും വയ്യാഴിക ഉണ്ടെങ്കിൽ ഇപ്പം മൺഡേ നമ്മൾ ലീവ് എടുത്തു, വയ്യാഴിക മാറുന്നിടം വരെ, അതായത് ഒരാഴ്ചയെങ്കിൽ ഒരാഴ്ച വരെ ലീവ് എടുത്ത് നമ്മൾ ഓക്കെ ആയിട്ട് തിരിച്ചു പോകാനായിട്ട് ശ്രമിക്കുക.
അതും നമ്മളൊരു വയ്യ എന്നുള്ളൊരു കേസിൽ മാത്രമേ എടുക്കാവുള്ളൂ, നമ്മളല്ലാത്ത കേസിൽ എടുക്കരുത്. ബിക്കോസ് ഇത് നമ്മൾ ആബ്സെൻസ് റേറ്റ് കൂടിയാൽ നമുക്ക് സ്റ്റേജ് 1 മീറ്റിംഗ് ഉണ്ട്, പിന്നെ സ്റ്റേജ് 2 മീറ്റിംഗ് ഉണ്ട്. സ്റ്റേജ് 2 മീറ്റിംഗ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സാലറി കട്ടാവാൻ തുടങ്ങും. പിന്നെ അടുത്തത് ടെർമിനേഷൻ ആണ്. അപ്പം നമ്മൾ ഇത് ശ്രദ്ധിക്കുക. കാരണം നമുക്ക് എന്തെങ്കിലും വയ്യാഴിക ഉണ്ടെങ്കിൽ അത് നമ്മൾ മാറുന്നിടം വരെ ലീവ് എടുത്തിട്ട് പിന്നെ പോകാൻ ശ്രമിക്കുക. അത് സെപ്പറേറ്റ് ഓരോരോ എപ്പിസോഡ്സ് ആക്കി കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര പ്രയാസമാണ്. പിന്നെ നമ്മുടെ ആബ്സെൻസ് റേറ്റ് കുറയുന്നിടം വരെ പിന്നെ നമുക്ക് ലീവ് എടുക്കാൻ പറ്റത്തില്ല. അതായത് നമുക്ക് എന്തെങ്കിലും ക്രിട്ടിക്കലായിട്ട് എന്തെങ്കിലും വന്നാൽ പോലും നമുക്ക് ലീവ് എടുക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് ഉണ്ടാകുന്നത്. അപ്പം നിങ്ങൾ പുതിയതായിട്ട് NHSൽ ജോയിൻ ചെയ്യുന്നത്, ഞാനിത് തെറ്റായിട്ടുള്ള റോങ് ഇൻഫോർമേഷൻ എൻ്റെ ഒരു കൊളീഗിൽ നിന്ന് ഇത് ചെയ്തായിരുന്നു. എനിക്കൊരു ലീവ് എടുക്കേണ്ട അവസ്ഥ വന്നപ്പോൾ അവർ പറഞ്ഞു സിക്ക് ലീവ് എടുത്തോ, എന്തിനാ ആനുവൽ ലീവ് ആക്കുന്നതെന്ന് ചോദിച്ചു. ഒരു ആനുവൽ ലീവ് കളയുന്നത് എന്തിനാന്ന് ചോദിച്ചു. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മുടെ കറക്റ്റ് നമ്മളെ NHSന്റെ സൈറ്റിൽ പോയി കാര്യങ്ങളൊക്കെ റീഡ് ചെയ്യുക. അതല്ലാതെ വേറൊരാൾ പറയുന്ന കേട്ടിട്ട് നമ്മളൊന്നും ചെയ്യാൻ നിൽക്കരുത്. എനിക്കങ്ങനെ അബദ്ധം പറ്റിയതാണ്, അതുകൊണ്ട് തന്നെ നിങ്ങളത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമുക്കിങ്ങനെ ആബ്സെൻസ് റേറ്റ് കൂടുതലാണെങ്കിൽ നമുക്ക് ജോബ് ഓഫർ, അതായത് നമുക്ക് വേറൊരു ജോലി കിട്ടിയാൽ അതുവരെ നമുക്ക് ഇത് അവര് വിഡ്രോ ചെയ്യും. എൻ്റെ ഒരു ഫ്രണ്ടിന് ഇതുപോലെ ഈ പറഞ്ഞതുപോലെ തന്നെ അവള് ബാൻ 2-ലായിരുന്നു, അത് ഡബിൾ, അതായത് ബാൻ 4-ലേക്ക് ഒരു ജോലി കിട്ടി. പക്ഷെ എല്ലാം ഇന്റർവ്യൂ പാസ്സായി, എല്ലാം ശരിയായി. പക്ഷെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് വന്നപ്പോൾ, നമ്മുടെ റെഫറൻസ് വന്നപ്പോൾ നമ്മുടെ ലൈൻ മാനേജർ ഇങ്ങനെ നമ്മുടെ ആബ്സെൻസ് റേറ്റ് ഒക്കെ നമുക്കത് കൊടുക്കും. അങ്ങനെ കൊടുത്തപ്പം ആബ്സെൻസ് റേറ്റ് ഹൈ ആയതുകൊണ്ട് അവർ ആ പോസ്റ്റ് വിഡ്രോ ചെയ്തു. അപ്പോൾ ആ സമയത്ത് ഒരു വിഷമം ആലോചിച്ച്. അപ്പം എനിക്ക് ഈ പറഞ്ഞ പോലെ എനിക്കൊരു ഇതുണ്ടായിട്ട് എനിക്കും ഞാൻ അതായത് വർക്കിന് കയറി കഴിഞ്ഞ് 6 months കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഡബിൾ പ്രൊമോഷൻ കിട്ടി വേറൊരു ജോലിയിലേക്ക്. എല്ലാം ഓക്കെ. പക്ഷെ ലാസ്റ്റ് നിമിഷമാണെങ്കിൽ അവർ ആ പോസ്റ്റ് വിഡ്രോ ചെയ്തു. ഡ്യൂ ടു സം സർക്കംസ്റ്റൻസസ് കാരണം അവർ ആ പോസ്റ്റേ കളഞ്ഞു. അപ്പം അങ്ങനെയുള്ള കേസിൽ നിങ്ങളപ്പം ചില കേസിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ജോബ് അഡ്വർടൈസ് ചെയ്യുമ്പോൾ പെർമനന്റ് എന്നുള്ളത് കാണിക്കും, പിന്നീട് അത് ടെമ്പററി ആക്കി കണ്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ അത് ശ്രദ്ധിക്കുക. അത് ശ്രദ്ധിച്ചിട്ട് മാത്രം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് മാത്രം നമ്മളൊരു ജോബ് ഓഫർ ആക്സെപ്റ്റ് ചെയ്യാവുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോഴും പല കുട്ടികളും മെസ്സേജ് അയക്കുന്നുണ്ട്, ഒരുപാട് അപ്ലൈ ചെയ്തിട്ടും കിട്ടുന്നില്ല, എന്താണെന്ന് പറഞ്ഞ് പലരും മെസ്സേജ് അയക്കുന്നുണ്ട്. എനിക്ക് ഫീൽ ചെയ്തത് ഇത് ശരിയാണോ എന്ന് എനിക്ക് 100% ഉറപ്പില്ല. പക്ഷെ എനിക്ക് ഫീൽ ചെയ്ത് കമ്പാരിറ്റീവ്ലി NHS ഇംഗ്ലണ്ട് അല്ലെങ്കിൽ ആ സൈഡിനെക്കാട്ടില് NHS സ്കോട്ട്ലൻഡ് എന്ന് പറഞ്ഞ കുറച്ച് റിക്രൂട്ട്മെന്റ് കുറച്ചുകൂടെ നല്ല ഇച്ചിരി ടഫാണെന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം അവിടെയുള്ള എൻ്റെ ഫ്രണ്ട്സിലൊക്കെ ഒരുപാട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതും ഒക്കെ കുറച്ച് ഈസിയാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, നന്നായിട്ട് അവർ നോക്കുന്നുണ്ട്. നല്ല രീതിയിൽ അവർ റിക്രൂട്ട്മെന്റ് കുറച്ച് ടഫ് തന്നെയാണെന്ന് തന്നെ പറയണം. അപ്പൊ സോ നിങ്ങൾ മാക്സിമം 1 വട്ടം അല്ലെങ്കിൽ 2 വട്ടം നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളത് ഫെഡപ്പായി പോകാതെ വീണ്ടും ട്രൈ ചെയ്യുക. ചിലർ ഇന്റർവ്യൂ വരെ എടുത്തിട്ട് പോയി എന്നുള്ള ഭയങ്കര സങ്കടത്തിൽ പറയും. പക്ഷെ അതൊക്കെ നമുക്കൊരു എക്സ്പീരിയൻസ് ആണ്. ഓരോ വട്ടം ഓരോ ഫീഡ്ബാക്ക് അല്ലേ കിട്ടുന്നത്. എനിക്ക് ഇന്റർവ്യൂവിന് കിട്ടിയത് ആൻസറിന് സ്പീഡ് കൂടി പോയി, അതുപോലെ അങ്ങനെയുള്ള സിലി കാര്യങ്ങളായിരുന്നു. അപ്പൊ നമുക്ക് ഓരോ വട്ടം നമുക്ക് ഓരോ ഫീഡ്ബാക്ക് ആണ് കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് കരുതുക. അതുപോലെ NHSൽ ജോലി വേണം എന്നുള്ളത് ഉള്ളവരെ ഒരിക്കലും അത് പിന്തിരിഞ്ഞു പോകാതെ അതിലേക്ക് വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ആബ്സെൻസ് പോളിസി ഒക്കെ നിങ്ങൾ വ്യക്തമായിട്ട് തന്നെ എല്ലാം ഒരു ജോലിക്ക് കയറുന്നതിന് മുമ്പ് എല്ലാം വ്യക്തമായിട്ട് തന്നെ നോക്കുക. പിന്നെ ഓവറോൾ പറഞ്ഞാൽ എൻ്റെ NHS എക്സ്പീരിയൻസ് ഇസ് വെരി ഗുഡ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയാനുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക. ഐ ട്രൈ ടു ആൻസർ ദാറ്റ്. അപ്പം ഇത്രയൊക്കെയുള്ളൂ പറയാന്. ഞാനൊന്നും മിസ് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, ബൈ.